മിസ്റ്റർ റോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ശാലി സിജി. ഇന്ന് സ്പെഷ്യൽ വീഡിയോയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നല്ല അടിപൊളി ആന്തൂറിയം പ്ലാന്റ്സ് ആണ് വന്നിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ 2 ആഴ്ച മുമ്പൊക്കെ ആന്തൂറിയം പ്ലാന്റ്സുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് അതിൽ 2 കളർ മാത്രമാണ് അന്നത്തെ ചെയ്തതിലുള്ളൂ കേട്ടോ. ബാക്കി എല്ലാം വ്യത്യാസമായിട്ടുള്ള കളറുകളാണ്. നല്ല അടിപൊളിയാണ്. ചുറ്റും ഇങ്ങനെ ആന്തൂറിയം പ്ലാന്റ്സിൻ്റെ ഉള്ളിലിരിക്കാനായിട്ട്, നിറച്ചിങ്ങനെ പൂക്കളുടെ ഉള്ളിലിരിക്കാനായിട്ട് നല്ല സന്തോഷമാണ്, നല്ല രസമാണല്ലോ കാണാനായിട്ട്. അപ്പോൾ നമുക്ക് ആന്തൂര്യത്തിൻ്റെ 3 കോംബോയാണ് കേട്ടോ ഉള്ളത്. 3 പലതിനും പല ക്വാണ്ടിറ്റിയാണ് വന്നേക്കണേ. വ്യത്യാസമുണ്ട്, എണ്ണത്തിലൊക്കെ വ്യത്യാസം ഉള്ളതുകൊണ്ട് 3 കോംബോ ആയിട്ടാണ് നമ്മൾ ചെയ്തേക്കണേ. അതിന് മുമ്പായിട്ട് വന്നേക്കുന്ന കുറച്ച് പ്ലാന്റ്സുകൾ ഞാൻ വേഗം കാണിച്ചു പോകാം കേട്ടോ. പുതിയ സ്റ്റോക്ക് വന്നിരിക്കുന്നത്. അതിൽ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മളുടെ ബാത്തിക്, റൂബി ബാത്തിക് എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ അഗ്ലോണിമ വെറൈറ്റി ഫുൾ പോട്ട് വന്നിരിക്കുന്നത്. 3-4 ഷൂട്ടുകളൊക്കെയാണ് കേട്ടോ ഉണ്ടായിരിക്കുക. ഇപ്പം ഞാൻ എടുത്തേക്കണതിൽ 4 ഷൂട്ട് ഉണ്ട്. ചിലതിൽ 3-4 ഷൂട്ടുകളാണ്. വലിയ പ്ലാന്റുകളായിട്ടാണ് വന്നിരിക്കുന്നത്. അതിങ്ങനെ നല്ല അടിപൊളിയാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി പ്ലാന്റ്. പിന്നെ വന്നിരിക്കുന്നത് നമ്മുടെ ഹോമിലോമിന ഗ്രീൻ, നിയോൺ കളറായിട്ട് വന്നിരിക്കുന്നത്. ഹോമിലോമിന എല്ലാവർക്കും അറിയാലോ, നല്ല ഭംഗിയിൽ നമുക്ക് വളർത്താൻ പറ്റുന്നതാണ്. പെട്ടെന്ന് തൈകളൊക്കെ ഉണ്ടാകുന്ന പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഹോമിലോമിന. ഹോമിലോമിനൻ്റെ പല വെറൈറ്റികൾ നമ്മൾ ഒരു ബർഗണ്ടി കളർ, പിന്നെ ഹൈറ്റ് വെക്കുന്ന വെറൈറ്റികളൊക്കെ നമ്മൾ ഇതിന് മുമ്പൊക്കെ കാണിച്ചു. ഇപ്പോഴെല്ലാം അടുത്തല്ല, കുറച്ച് ഒരു 5-6 മാസം മുമ്പ് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഗ്രീൻ വെറൈറ്റി നിയോൺ കളറാണ് ഇത് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്, നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഒട്ടും തന്നെ കെയറിങ് ആവശ്യമില്ലാത്ത ഇൻഡോറിലേക്കൊക്കെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്ലാന്റ് ആണ്. പിന്നെ നമ്മളുടെ സനഡു നമുക്ക് സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സനഡു ഗോൾഡ്, ഇത് 2 ഏകദേശം ഒരേ കളർ പോലെ തോന്നും അല്ലേ? അത് കണ്ടോ, നല്ല രസമാണ് കാണാനായിട്ട്. അപ്പോൾ ഇത് നമുക്ക് സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. ഇങ്ങനെ ഫുൾ പോട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ സനഡുവിൻ്റെ തന്നെ ഗ്രീൻ വന്നിട്ടുണ്ട്. ഇങ്ങനെ ഇതൊക്കെ മണ്ണിലാണ് കേട്ടോ വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ മണ്ണ് കുറച്ച് മാറ്റിയിട്ടായിരിക്കും കേട്ടോ വിടുക. ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. പിന്നെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കാണിച്ച വേറൊരു പ്ലാന്റ് വന്നിട്ടുണ്ട് പുതിയത്. നമ്മളുടെ അഗ്ലോണിമ നാരോ ലീഫ്, വൈറ്റ് സ്റ്റെം ആയിട്ട് വരുന്ന നാരോ ലീഫ് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഫുൾ പോട്ടാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ ഫുള്ളായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്നവർക്ക് അങ്ങനെ വാങ്ങിക്കുക കേട്ടോ. അങ്ങനെ ഒരു കട്ടിങ്ങും കൂടെ ഉണ്ടാവും കേട്ടോ. ഈ പ്രൊപ്പഗേഷന് വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ തൈകൾ പൊട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കട്ട് ചെയ്യുന്നത്. കട്ട് ചെയ്താലാണ് പെട്ടെന്ന് ഇങ്ങനെ ഷൂട്ടുകൾ പൊട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. അത്രയും ഷൂട്ടുകളൊക്കെ ഉണ്ടായിരിക്കും, ഇത്രയും തൈകളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. ഫുൾ പോട്ടാണ് വരുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ ഇങ്ങനെ ഫുള്ളായിട്ടൊക്കെ ഇൻഡോറിലേക്കൊക്കെ, ഇങ്ങനെയുള്ള പച്ച വെറൈറ്റി ഒക്കെ ഇൻഡോറിലേക്ക് ഏറ്റവും സ്യൂട്ടബിൾ. അപ്പോൾ അങ്ങനത്തെയൊക്കെ താല്പര്യമുള്ളവർ ഇത് സെലക്ട് ചെയ്തോളൂ കേട്ടോ. പിന്നെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, കോംബോ ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് പീസുകൾ അവൈലബിൾ ആണ്. അപ്പോൾ അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പ്ലാന്റ്സുകൾ കാണിക്കാം. കഴിഞ്ഞ ആഴ്ചയിൽ കാണിച്ചതിൽ നമ്മുടെ ഫിഡില്ലി ഫിഗ് ഇപ്പോൾ സ്റ്റോക്ക് കുറച്ച് മാത്രം അവൈലബിൾ ആണ്. അപ്പോൾ താല്പര്യമുള്ളവർ അത് ഓർഡർ ചെയ്തോളൂ കേട്ടോ. ഇത് ഇൻഡോറിലേക്കൊക്കെ സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. പിന്നെ നമ്മളുടെ ഇത് വന്നേക്കുന്നത് നമ്മളുടെ ഫൈക്കസ് വെറൈറ്റി, ഫൈക്കസിൻ്റെ തന്നെ ഇത് റബ്ബർ പ്ലാന്റിൻ്റെ വേരിഗേറ്റഡ് വെറൈറ്റി. ഇത് നല്ല ഭംഗിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പാകത്തിനുള്ളതാണ്. പിന്നെ നല്ല അടിപൊളിയായിട്ടുള്ള പീസ് ലില്ലി, ഇങ്ങനെ ഇത്രയും ഫുൾ പോട്ടാണ് വന്നിരിക്കുന്നത്. നല്ല അടിപൊളിയാണ് കേട്ടോ. എനിക്ക് ഒത്തിരി സന്തോഷം ഇന്നത്തെ ഈ പ്രാവശ്യത്തെ പീസ് ലില്ലി ഇത്രയും തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും പൂക്കളൊക്കെ ആയിട്ട്. എനിക്കതിൽ ഇങ്ങനെ ഇത്ര എണ്ണം പൂക്കളെന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ. ചിലതിൽ 1-2 ഒക്കെ ആയിട്ടാണ്, ചിലതിൽ കൂടുതൽ പൂക്കളൊക്കെ ഉണ്ടാവുമായിരിക്കും കേട്ടോ. ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാൻ പാകത്തിന് മണ്ണിലാണ് കേട്ടോ ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ കുറച്ച് മണ്ണ് മാറ്റിയിട്ടായിരിക്കും നമ്മൾ പ്ലാന്റ്സുകൾ വിടുക. ഇതിലിപ്പോൾ നേരത്തെ കാണിച്ചതിൽ അഗ്ലോണിമ ഒഴിച്ച് ബാക്കിയെല്ലാം മണ്ണിലാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് മണ്ണ് മാറ്റിയിട്ടായിരിക്കും വിടുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ കോംബോയിലേക്ക് പോകാം കേട്ടോ. ബാക്കി എല്ലാ പ്ലാന്റ്സുകളും നമ്മുടെ കാറ്റലോഗിലുണ്ട്. കാറ്റലോഗിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പ്ലാന്റ്സുകളൊക്കെ ഓർഡർ ചെയ്യാനായിട്ട് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് കാറ്റലോഗ് എടുത്തിട്ട് കാർട്ട് ആഡ് ചെയ്തിട്ട് സെൻഡ് ചെയ്യാം കേട്ടോ. ഇപ്പം കാണിക്കുന്ന കോംബോകൾ മിക്കവാറും തന്നെ നമ്മൾ സാധാരണയായിട്ട് കാറ്റലോഗിൽ കൊടുക്കാറില്ല, വീഡിയോ വഴിയായിട്ട് തന്നെ ഓർഡർ എടുക്കാറ്. ഇനിയിപ്പോൾ കുറച്ച് ഇത് കഴിയുവാണെങ്കിൽ നമ്മൾ കോംബോകളൊന്ന് ഷഫിൾ ചെയ്യേണ്ടി വരുവാണെങ്കിൽ, ചിലതിൻ്റെയൊക്കെ ക്വാണ്ടിറ്റികളൊക്കെ വ്യത്യാസമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ കാറ്റലോഗിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ കോംബോയിലേക്ക് പോകാം. ആദ്യത്തെ കോംബോ എന്ന് പറയുന്നത് 3 പ്ലാന്റിൻ്റെ വെറൈറ്റികളാണ് വരുന്നത്. 3 എണ്ണമാണ് ഈ കോംബോയിലുള്ളത് കേട്ടോ. ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ഇതാണ്. നല്ല അടിപൊളിയായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പാകത്തിന് ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ കളറ് വരുന്നത് ഒരു ക്രീമും പച്ചയും പിന്നെ ഒരു ഒരു പിങ്കും കൂടെ ചേർന്നിട്ടുള്ള ഒരു കളറാണ് വരുന്നത് കേട്ടോ. ഇതാണ് കറക്റ്റ് കളറ് വരുന്നത്. ഇത് കണ്ടു കഴിഞ്ഞാൽ ഇതിലൊരു പിങ്ക് വന്നിട്ടില്ല. ഇതാണ് വരുന്നത് കേട്ടോ. ഇങ്ങനെ
പലതിലും പല ചിലത് പ്രായം ഇങ്ങനെ നമുക്ക് അറിയാം തോറിയും കുറച്ച് നാൾ നിൽക്കുന്നത് ഇതാണല്ലോ പൂക്കൾ. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും പല പല കളറിലേക്കാണ് വരുന്നത് കേട്ടോ. ഫെയ്ഡ് ആകുമ്പോഴത്തേക്കും വേറൊരു കളറാണ് വരുന്നത്, പച്ച കൂടുതൽ വരും. അതിൻ്റെ അപ്പം അന്നേരം സ്പൈക്കും പച്ച കളറിലേക്ക് വരും. നമ്മൾ ചെറിയ ആദ്യം തന്നെ ഉണ്ടാവുന്നതാണെങ്കിൽ ഇതാ ഇങ്ങനെയാണ് വരുന്നത്. അതിൽ ക്രീം ഷെയ്ഡായിരിക്കും കൂടുതൽ വരിക കേട്ടോ. ഇതാ ഇങ്ങനെയാണ് വരുന്നത് പ്ലാന്റുകൾ. പ്ലാന്റിൻ്റെ സൈസ് നമ്മളിങ്ങോട്ട് വെച്ചിട്ടില്ല അല്ലേ. ഇതാ ഇങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ പ്ലാന്റ് വരിക. 2 അല്ലെങ്കിൽ 3 ഷൂട്ടുകളായിരിക്കും മിക്ക പോട്ടിലുണ്ടായിരിക്കും. മിക്കതിലും തന്നെ 3 ഷൂട്ടുകളുണ്ട്, ചിലതിലൊക്കെ 2 ആയിരിക്കും കേട്ടോ. ഉറപ്പ് എനിക്ക് പറയാൻ പറ്റില്ല. മിക്കതിലും തന്നെ 3 തന്നെ കാണുന്നുണ്ട് ഇങ്ങനെ ഫുൾ പോട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മളുടെ ചെറിയ ഇത് കാണിച്ചില്ല, നമ്മൾ ഒരു പ്രാവശ്യം ഇത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, 2 പ്രാവശ്യം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. റെഡ് ചെറിയ പൂക്കളിൻ്റെ ഇതാ ഇങ്ങനെ. അപ്പോൾ ഇത് വാങ്ങിച്ചേക്കണവരാണെങ്കിൽ ഒന്ന് ഓർത്തിട്ട് ഓർഡർ ചെയ്യാം കേട്ടോ, നോക്കിയിട്ട് ഓർഡർ ചെയ്യാം കേട്ടോ. അതാ ഇതാണ് വരുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ദാ ഇതാണ്. ഇത് മിനിയേച്ചർ വെറൈറ്റിയാണ്. പൂക്കളും ചെറുതായിരിക്കും, ഇലയും ഇച്ചിരി ചെറുതായിരിക്കും, സ്റ്റമ്മും എല്ലാം ചെറുതായിരിക്കും കേട്ടോ. ദാ ഇങ്ങനെയാണ് വരുന്നത് ഫുൾ പോട്ട് വരുന്നത്. ഫുൾ പോട്ടായിട്ടായിരിക്കും കേട്ടോ നമ്മൾ കൊടുക്കുക. പിന്നെ മൂന്നാമത്തെ വെറൈറ്റി എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള ഒരു റെഡ് കളറാണ്. എന്താ ചില്ലി റെഡ് എന്ന് പറയാൻ പറ്റുമോ? റെഡും മെറൂണും കൂടെ ചേർന്നിട്ടുള്ളൊരു കളർ കേട്ടോ. പിന്നെ പൂവിന് ഒരു പ്രത്യേകതയുണ്ട്. പൂവ് ഒത്തിരി ഇങ്ങനെ വിരിഞ്ഞ പോലെയല്ല, ഇങ്ങനെ ഒരു കൂമ്പിയ പോലത്തെ ഒരു പൂക്കളാണ്. ഇതാണ് കേട്ടോ അതിൻ്റെ സൈസ് വെച്ചേക്കുന്നത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു വെറൈറ്റി. നല്ല ഡാർക്ക് പച്ചയും അതിൻ്റെ കൂട്ടത്തിൽ ഡാർക്ക് റെഡും പിന്നെ സൈഡ് മെച്ചുവേർഡ് ആകുമ്പോൾ ഒരു പച്ച കളറൊക്കെ കയറി വരുന്നുണ്ട്. ഒരു മെറൂണിഷ് കളർന്നിട്ടുള്ള ഒരു റെഡ് കളർ. നല്ല രസമാണ് കാണാൻ. ഇതാണ് കേട്ടോ സൈസൊക്കെ വരുന്നത്. ഇങ്ങനെയാണ് കേട്ടോ. നമുക്ക് 2 ഷൂട്ടാണ് കേട്ടോ ഉണ്ടായിരിക്കുക. ഇതൊരു പുതിയ വെറൈറ്റിയാണ്, അധികം കോമൺ അല്ലാത്ത വെറൈറ്റിയാണ്, കോസ്റ്റ്ലി ആയിട്ടുള്ള വെറൈറ്റിയും കൂടിയാണത്. ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. നല്ല അടിപൊളിയാണ് കാണാനായിട്ട്, രസമല്ലേ കാണാൻ. ഇങ്ങനെ ഒരുമിച്ച് കാണുമ്പോഴാണ് അതിൻ്റെ ഭംഗി നമുക്ക് മനസ്സിലാവുക. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കുറച്ചെടുത്ത് നമ്മൾ പുതിയ വെറൈറ്റികൾ എടുത്തിട്ട് അങ്ങനെ ഒരുമിച്ച് ഞാൻ വെച്ചെടുക്കണം. അപ്പോൾ ഇത് 3 പ്ലാന്റ് ആണ് ഈ ആദ്യത്തെ കോംബോയിൽ ഉണ്ടായിരിക്കുക. ആദ്യത്തെ കോംബോ നമ്പർ 1 കോംബോ. ഒന്നാമത്തെ കോംബോ എന്ന് പറഞ്ഞാൽ മതി കേട്ടോ ഓർഡർ ചെയ്യാനുള്ളവർ. അപ്പോൾ അതായത് ഇത് 3 പ്ലാന്റുകളാണ് ഈ കോംബോയിൽ വരിക. 1050 രൂപയാണ് കേട്ടോ. 1050 പ്ലസ് കൊറിയറാണ്, കൊറിയർ CC ചാർജാണ് വരുന്നത് കേട്ടോ. എന്തോ ഒരു കൺഫ്യൂഷൻ വരുന്നതല്ലേ, തുടക്കത്തിൽ തന്നെ എന്തൊക്കെയോ ഒരു ഇത് വരുന്നത്. അപ്പോൾ 1050 രൂപ കേട്ടോ. 1050 പ്ലസ് CC. ഓക്കെ. അടുത്ത കോംബോ എന്ന് പറയുന്നത് 2 പ്ലാന്റിൻ്റെ കോംബോയാണ്. അതിൽ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇത് നമ്മളിത് ഒരു പ്രാവശ്യം പ്രാവശ്യമല്ല 2 പ്രാവശ്യം കൊണ്ടുവന്നിട്ടുണ്ടല്ലേ. ഇത് ഈ അടുത്തിടയ്ക്ക് 2 പ്രാവശ്യം കൊണ്ടുവന്നിട്ടുണ്ട്. ചോക്ലേറ്റ് കളർ അല്ല, ചോക്ലേറ്റ് അല്ല, ബ്രൗൺ കളർ, ഒരു കോഫി ബ്രൗൺ കളർ. ഇങ്ങനെയാണ് സൈസൊക്കെ ഉണ്ടായിരിക്കുക. ഇതും ഒരു എന്താ പറയുക, മറ്റേ പ്ലാന്റുകളൊക്കെ അപേക്ഷിച്ച് ചെറിയൊരു മിനിയേച്ചർ എന്ന് പറയാൻ പറ്റത്തില്ല, എങ്കിലും ഒരു അതിൻ്റെ തണ്ടുകൾക്ക് കുറച്ച് വണ്ണം കുറവുള്ള ഒരു വെറൈറ്റിയാണ്. നമുക്ക് അങ്ങനെ ആയതുകൊണ്ട് തന്നെയാണ് കേട്ടോ, എണ്ണം കുറവായതുകൊണ്ടല്ല. ഇത് ഇങ്ങനെയാണ് വരുന്നത്. തണ്ടുകൾക്കും മറ്റുള്ള പ്ലാന്റിനെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ തണ്ടുകൾക്ക് വലിപ്പം കുറവ്. ഇങ്ങനെയാണ് വരുന്നത്. നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ. ഞാനിങ്ങനെ കാണിക്കുന്നതിൽ പൂക്കളുടെ എണ്ണത്തിലൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും കേട്ടോ. കാരണം പല പോട്ടിലും പല പൂക്കളാണല്ലോ. മിക്കതും തന്നെ ഇത്രയും തന്നെ ഉണ്ട്, എന്നാലും വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ പല പോട്ടിലും. അപ്പോൾ ഇത്ര എണ്ണം പൂക്കൾ അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. ഈ കോംബോയിലെ 2ാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ഇതാണ്. നല്ല ഭംഗിയുള്ള ഒരു പിങ്കിഷ് കളർന്നിട്ടുള്ള ഒരു എന്താ പറയുക, പിങ്കും ഒരു ബോർഡർ ഒരു പച്ച കളറും കൂടെ ചേർന്നിട്ടാണ് വരുന്നത്. ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. സൈസ് അതല്ല, ആ പ്ലാന്റ് അല്ല, അത് നമ്മൾ അകത്തേക്ക് വെച്ചിട്ടില്ല. അത് വേറെ പ്ലാന്റ് ബാക്കിലിരിക്കുന്നത് കേട്ടോ. ഇത് 2 ടൈപ്പ് വരുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അതായത് ഇതിൻ്റെ സ്പൈക്കുകൾ വ്യത്യാസമുണ്ട്. ഇതിൻ്റെ സ്പൈക്ക് കണ്ടോ, ഇതിൻ്റെ സ്പൈക്ക് ഒരു മഞ്ഞ കളറാണ്. ഇതിൻ്റെ സ്പൈക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു പിങ്ക് കളർ തന്നെയാണ് കണ്ടോ. അത് അടുത്ത കോംബോയിൽ അത് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 വ്യത്യാസമുണ്ട്. ഇത് ഇങ്ങനെയാണ് ഈ കോംബോ വരുന്നത്. ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഈ 2 പ്ലാന്റിനും കൂടെ 700 പ്ലസ് കൊറിയറാണ്, 700 പ്ലസ് കൊറിയർ കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ. നല്ല അടിപൊളിയായിട്ടുള്ള നല്ല തിക്ക് പോട്ടാണ്. ഇത് അത്രയ്ക്ക് തിക്കൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല കേട്ടോ. എന്നാലും 2-3 ഷൂട്ടുകളൊക്കെ ആയിട്ടാണ് വരുന്നത്. ഈ ചെറിയ ഷൂട്ടുകളാണ് ഇതിൻ്റെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ പോട്ട് തിങ്ങി നിറഞ്ഞിട്ട് ഇങ്ങനെ വരുന്നില്ല. ഇങ്ങനെ ഇത് നല്ല രസമാണ് കാണാനായിട്ട്, നല്ല തിങ്ങി വന്നേക്കണേ. 700 പ്ലസ് കൊറിയർ കേട്ടോ. ഇപ്പോൾ 3ാമത്തെ പ്ലാന്റ്, അത് 2ാമത്തെ കോംബോ. ഇനി 3ാമത്തെ കോംബോ എന്ന് പറയുന്നത് നല്ല അടിപൊളി കോംബോയാണ് കേട്ടോ.
നല്ല നല്ല രസമാണ് കാണാനായിട്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു ആന്തൂറിയം അനോക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ലേ, അതിൻ്റെ കൂട്ടത്തിൽ ഒരു റെഡ് വെറൈറ്റി ഉണ്ടായിരുന്നല്ലോ, ആ പ്ലാന്റ് ആണ് കേട്ടോ ഇത്. അപ്പോൾ ആ വെറൈറ്റി നമ്മൾ ആ കോംബോ ഓർഡർ ചെയ്തേക്കണവർ ഒന്ന് ഓർത്തിട്ട് ഓർഡർ ചെയ്യുക. ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തിൽ ചെയ്തേക്കണ കോംബോയാണ്. ഇങ്ങനെയാണ് പ്ലാന്റ് വരിക. നല്ല റെഡ് കളറാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനിത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ഒരു മാം എന്നെ വിളിച്ചിട്ട് പറഞ്ഞതാണ് ഇതിൻ്റെ സ്പൈക്ക് റെഡ് കളറാണല്ലോ, അപ്പോൾ വെറൈറ്റി ആണ് കേട്ടോ എന്ന് പറഞ്ഞപ്പോഴാണ് കേട്ടോ ഞാൻ ഈ പ്ലാന്റ് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഇൻഫർമേഷനൊക്കെ ഞാൻ പറയാത്തതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് എന്നെ മെസ്സേജ് തരണം കേട്ടോ. കാരണം ചിലപ്പോൾ ഞാൻ വിട്ടുപോയിട്ടുണ്ടാവും, ഞാനത് ശ്രദ്ധിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. ഞാൻ റെഡ് കളർ അത്രയ്ക്ക് കോമൺ ആണല്ലോ എന്ന് ഞാൻ അങ്ങനെ വിചാരിച്ചു. പക്ഷേ ഇത് വെറൈറ്റിയാണ്, എന്നാൽ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള വെറൈറ്റിയും കൂടിയാണ്. ഇതാണ് കേട്ടോ, ഇത് റെഡാണ്, സ്പൈക്കും റെഡാണ് വരുന്നത് കേട്ടോ. നമ്മൾ സാധാരണ എല്ലാ കളറിൻ്റെയും റെഡ് കളറൊക്കെ വരുന്നത് ഇത് കണ്ടോ, റെഡ് കളറൊക്കെ വരുന്നത് യെല്ലോ സ്പൈക്കായിരിക്കും. ഇതിങ്ങനെ ഇത് കണ്ടോ, ഇതും റെഡിൻ്റെ യെല്ലോ സ്പൈക്ക് അല്ലേ. ഇതിൻ്റെ സ്പൈക്കും റെഡും ആയിരിക്കും കേട്ടോ. ഇതാണ് സൈസ് വരുന്നത് കേട്ടോ. ബാക്കിൽ വെച്ചാൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇത് കുറച്ചിങ്ങനെ വളർച്ചയുള്ള ഒരു വെറൈറ്റിയും കൂടെയാണ് കേട്ടോ. ഇത് കണ്ടോ, പൂക്കളുടെ എണ്ണത്തിലൊക്കെ വ്യത്യാസം ഉണ്ടാവുമായിരിക്കും കേട്ടോ, ഓരോ പോട്ടിലും വ്യത്യാസമുണ്ട്. അയ്യോ എടുക്കാൻ പറ്റണില്ല, തിരിഞ്ഞു വെച്ചാണല്ലേ. ഇത് കണ്ടോ, നല്ല രസമാണ് കാണാനായിട്ട് കേട്ടോ, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വെറൈറ്റി ഇത് തന്നെ. ഈ പ്രാവശ്യം വന്നേക്കണേൽ ഇതുമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ് കളറാണല്ലോ. ഇത് കണ്ടോ, ആദ്യം ഞാൻ കാണിച്ചതിലുള്ളത് ഇത്. അപ്പോൾ ഇതാണ് ആദ്യത്തെ പ്ലാന്റ് വരുന്നത്. ഇത് രണ്ടാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ നേരത്തെ കാണിച്ചതിൽ വ്യത്യാസമുണ്ട്, ഞാൻ വ്യത്യാസം പറഞ്ഞല്ലോ, സ്പൈക്കിൻ്റെ ഇതിൽ വ്യത്യാസം വരുന്നുണ്ട്. ഇത് നല്ലൊരു പിങ്ക് വെറൈറ്റിയാണ് കേട്ടോ. നല്ല രസമാണ് കാണാനായിട്ട്, നല്ല ഗ്ലോസി ആയിട്ടുള്ള വെറൈറ്റി. ഇതാണ് കേട്ടോ ബാക്കിൽ സൈസ് വെച്ചേക്കുന്നത്. ഇത് കണ്ടോ, അതിൻ്റെ ഇച്ചിരി പ്രായമാകുമ്പോഴത്തേക്കും പൂക്കളുടെ ഇതിൽ വ്യത്യാസം വരുന്നത് കണ്ടോ, വേറൊരു കളറിലേക്ക് വരുന്നു കണ്ടോ. ഇത് കണ്ടോ, ഇതാണ് സൈസ് വരുന്നത് കേട്ടോ. ഇതാ നല്ല കരുത്തുള്ള പ്ലാന്റുകളാണ് എല്ലാം വന്നേക്കണേ കേട്ടോ. ഇങ്ങനെയാണ് ഈ കോംബോ വരുന്നത് കണ്ടോ. ഇങ്ങനെയാണ് കോംബോ വരുന്നത് കേട്ടോ. അപ്പോൾ ഈ രണ്ട് പ്ലാന്റിനും കൂടെ 700+ കൊറിയറാണ്, 700+ കൊറിയറാണ് വരുന്നത്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ വേഗത്തിൽ ഓർഡർ ചെയ്തോളൂ. ഇങ്ങനെ. അപ്പോൾ ഈ പ്ലാന്റുകൾ ഫുള്ള് വിടുന്നത്. അപ്പോൾ ആദ്യത്തെ കോംബോ എന്ന് പറയുന്നത് 1050+ കൊറിയർ, രണ്ടാമത്തെ നമ്മൾ 700, മൂന്നാമത്തെയും 700 കേട്ടോ. ഇത് നമ്മൾ ഇങ്ങനെ കാറ്റഗറി തിരിച്ചേക്കുന്നത് എണ്ണത്തിൽ വ്യത്യാസമുണ്ട്, വന്നേക്കണ ക്വാണ്ടിറ്റിയിലൊക്കെ വ്യത്യാസം ഉള്ളത് കൊണ്ടാണ് 3ആയിട്ട് തിരിച്ചേക്കുന്നത്. അപ്പോൾ ഏകദേശം എണ്ണങ്ങൾ ഒപ്പമുള്ളതാണ് നമ്മൾ ഓരോരോ കോംബോ ആക്കിയേക്കണേ. റേറ്റിൽ എല്ലാവരും ഒരുമിച്ച് ഒരേ റേറ്റ് ഒക്കെയാണല്ലോ വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് കോംബോ തിരിച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് പോട്ടുകൾ ഉണ്ടായിരിക്കില്ല കേട്ടോ, വിടുന്നതിന് പോട്ടുകൾ ഉണ്ടായിരിക്കില്ല. പ്രൊഫഷണൽ DTDC ഈ 2 കൊറിയർ വഴിയാണ് നമ്മൾ പ്ലാന്റ്സുകൾ അയക്കുക. മാക്സിമം ഈ 2 ദിവസങ്ങളിലായിട്ട് ബുധനും വ്യാഴമായിട്ട് നമ്മൾ അയച്ചു തീർക്കാൻ ശ്രമിക്കുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ അയച്ചു തീർക്കാൻ പറ്റിയില്ലെങ്കിൽ, ഒത്തിരി എണ്ണം വന്നിട്ടുണ്ടല്ലോ, അയച്ചു തീർക്കാൻ പറ്റിയില്ലെങ്കിൽ തിങ്കളാഴ്ചത്തേക്കായിരിക്കും കേട്ടോ. മാക്സിമം ഈ 2 ദിവസം കൊണ്ട് തന്നെ അയച്ചു തീർക്കാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ അത്രയും പറയാനുള്ള, വേഗത്തിൽ ഓർഡർ ചെയ്തോളൂ. നല്ല അടിപൊളി പ്ലാന്റുകളാണ് വന്നേക്കുന്നത്. നല്ല സന്തോഷം ഇങ്ങനെയൊക്കെ നല്ല പ്ലാന്റുകളൊക്കെ വരുമ്പോൾ ഇത് പാക്ക് ചെയ്യുമ്പോഴും ഒക്കെ നമുക്ക് നല്ല സന്തോഷമാണ്. ഇത്രയും നല്ല പ്ലാന്റുകളൊക്കെയാണല്ലോ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ, ഇതൊക്കെ പാക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതുപോലെ സന്തോഷമാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത ഞായറാഴ്ച കേട്ടോ, അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.